ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബർത്ത്ഡേ വ്ലോഗാണ്. നമ്മുടെ കാർത്തിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ കാർത്തി ജോലിക്ക് പോയി കാണും. എന്തായാലും ഒരു 5 മണിയാവാണ്ട് ആളിവിടെ എത്തില്ല. അപ്പം അതുവരെ നമുക്ക് ടൈം ഉണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കാർത്തിക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞി ബർത്ത്ഡേ കേക്കും അതുപോലെ തന്നെ കുറച്ച് ഡെക്കറേഷൻസും ഒരു ചെറിയൊരു ഗിഫ്റ്റും ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കൊടുക്കാം. ആള് സർപ്രൈസ് ആവോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ല. കാരണം കേക്ക് നമ്മൾ എല്ലാ ബർത്ത്ഡേക്കും ആനിവേഴ്സറിക്കും നമ്മൾ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കേക്ക് ഉണ്ടാക്കും എന്നുള്ളൊരു ഐഡിയ ആൾക്ക് ഉണ്ടാവും. പിന്നെ ഉള്ളത് ഡെക്കറേഷൻസ്. ആൾക്ക് ചെറിയ ഡൗട്ട് അതിലുണ്ട്. പക്ഷെ എനിക്കറിയില്ല സർപ്രൈസ് ആവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ആളെ ഇന്നത്തെ ദിവസം ഒന്ന് ഹാപ്പി ആക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്കിങ്ങനെ ബർത്ത്ഡേയും അതുപോലെ തന്നെ ആനിവേഴ്സറി ഒക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് സർപ്രൈസ് ആയിട്ട് കൊടുക്കാനും അതുപോലെ തന്നെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് ആളെ ഹാപ്പി ആക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഇതിൽ ഗിഫ്റ്റൊക്കെ എനിക്ക് സർപ്രൈസ് വയ്ക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെങ്ങനെയും കണ്ടുപിടിക്കും. ഞാൻ സർപ്രൈസ് ഞാനായിട്ട് പറയുന്നതല്ല, ആളെങ്ങനെയും കണ്ടുപിടിക്കുക. അതാണ് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എങ്ങനെയെങ്കിലും അറിയും. ഈ തവണ ചെറിയ ഡൗട്ടൊക്കെ ഉണ്ടാവും ആൾക്ക്. പക്ഷെ എനിക്ക് അറിയില്ല അറിയുമോ എന്നുള്ളത്. എന്തായാലും നമുക്ക് നമ്മുടെ ഡെക്കറേഷൻസ് നമ്മുടെ ഒരു ബർത്ത്ഡേ ഒരു അടിപൊളി ആക്കിയിട്ട് നമുക്ക് ആളെ സർപ്രൈസ് ചെയ്യാം ഗായ്സ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളിതേ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമ്മളിത് റെഡിയാക്കി വെച്ചു. 2 ബൗൾ എടുത്തേക്കുന്നുണ്ട്. പിന്നെ ഒരു നമുക്ക് പൗഡറൊക്കെ ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സംഭവം, ബേക്കിംഗ് സോഡ, ഇത് കൊക്കോ പൗഡർ, മൈദ, അത് ടൈപ്പ് 405. ഇതിൻ്റെ അടിയിലിരിക്കുന്ന ബട്ടറും ഇത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ, അത് എടുക്കുന്നുണ്ട്. പിന്നെ ഇത് വാനില എസൻസും പൗഡർ ഷുഗറുമാണ്. പിന്നെ 2 എഗ്ഗ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കാണിച്ചു തരാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു മെഷറിങ് സ്പൂൺസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് 1 കപ്പ്, അങ്ങനെ 1/2 കപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളിവിടെ 1/2 കപ്പ് ആണ് എടുക്കുന്നത്. 1/2 കപ്പ് എന്ന് പറയുമ്പോൾ ഇതിൽ എഴുതിയേക്കുന്നത് 125 ml ആണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഓൾ പർപ്പസ് ഫ്ലോർ കൊടുത്തു. കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. കൊക്കോ പൗഡർ നമുക്കൊരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ജോയിൻ ചെയ്ത് വെക്കാം. കണ്ടോ, ഇപ്പോൾ ഈ ഒരു സംഭവമായി. അപ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യം ആവശ്യമുള്ള ഷുഗർ നമ്മൾ എടുത്തിട്ട് ഈ ഒരു ബൗൾ, ഈ ഒരു കപ്പിൻ്റെ അളവിൽ എടുക്കണം കേട്ടോ. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു റിബൺ കൺസിസ്റ്റൻസിയിലെത്തി നമുക്ക് ഈ ഒരു പാനിലേക്ക് നമ്മൾ ബട്ടർ ആഡ് ചെയ്തിട്ട് ബേക്കിംഗ് പേപ്പറും കൂടി വെച്ച് കൊടുത്തതാണ് കേട്ടോ ഈ പാൻ. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ കേക്കാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു പാനേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചും കൂടി ചെറിയ പാനായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പാനിൽ സെറ്റ് നമുക്ക് ഇത് ഓവനിലേക്ക് വയ്ക്കാം. ഇത് കണ്ടോ, നമ്മുടെ കേക്ക് പെട്ടെന്ന് റെഡി ആയിട്ട്. എനിക്ക് തോന്നുന്നു ചെറിയ കേക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് കുക്കായി. ചെറുതായിട്ടൊന്ന് നല്ലൊരു സ്മെല്ല് വന്നപ്പോൾ ഞാൻ നോക്കിയതാണ് കേട്ടോ. ഇത് ടോപ്പിൽ ഞാൻ കുക്കായെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുത്തി നോക്കിയതാണ്. അപ്പോൾ കുക്കായിട്ടുണ്ട് അടിപൊളിയായിട്ട്. ഞാൻ ഈ ഒരു ചെറുതായിട്ട് പീസ് ടേസ്റ്റ് ചെയ്ത് നോക്കി, കുഴപ്പമില്ല. നമുക്കിത് കൂളാവാൻ വേണ്ടിയിട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഡെക്കറേഷൻ പരിപാടിയിലേക്ക് കിടക്കാം.
അപ്പോൾ ഗായ്സ്, ഇനി നമുക്ക് ഡെക്കറേഷൻ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ 28 ഏജാണ് പറഞ്ഞ് വാങ്ങിച്ചത്. സാധനം കിട്ടിയപ്പോൾ എനിക്ക് 22 ആണ് വന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ റീഫണ്ടും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അവർ പറഞ്ഞു തിരിച്ചയക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ബലൂൺസൊക്കെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ, പിന്നെ ഇനി വേറെ സാധനം വാങ്ങണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമുക്ക് 28 എന്നുള്ള ബലൂണില്ല, അല്ലാത്ത ചെറിയ ചെറിയ ഇതുപോലത്തെ ബലൂൺസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതൊക്കെ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഒരെണ്ണം നമ്മുടെ സൈക്കിളിൻ്റെ ടയറിന് ഇത് നമുക്ക് ഫുട്ബോളിനും യൂസ് ചെയ്യാം കേട്ടോ. എയർ അടിക്കുന്ന പമ്പാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എല്ലാ സംഭവങ്ങളും സെറ്റാക്കി എടുക്കാം. ഞാൻ വളരെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, സംഭവം വർക്കൗട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ബാക്കിയും നമുക്ക് സെറ്റാക്കി എടുക്കാം. നമുക്ക് ബൊക്കെയൊക്കെ വാങ്ങിക്കാം. സംഭവം കൊള്ളാട്ടോ. നോക്കി ചെയ്തെടുക്കാം. കാർഡ്സ് പോലെ HAP ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു ഓരോന്നൊരു ഇവിടെ ബലൂൺസ് ഒക്കെ ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ആദ്യം വേറൊരു സംഭവം കൂടി ഒന്നിപ്പോൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബലൂൺസിലേക്ക് കിടക്കാം കേട്ടോ. ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതെന്തിനാന്ന് പോലും എനിക്ക് അറിയത്തില്ല. എങ്ങനെയായിരിക്കും ഫോട്ടോയിൽ നോക്കിയപ്പോൾ ഫോട്ടോയിൽ ഇങ്ങനത്തെ സംഭവം കാണാനില്ല. ഇപ്പോൾ ഏകദേശം ചെറിയൊരു ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ സമയം 3:30 ആയിട്ടോ. 3:30 ആയപ്പോൾ കാർത്തിക്ക് 3:40 ആകുമ്പോഴത്തേക്കും വർക്ക് തീരും. അപ്പോൾ കാർത്തി വിളിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തിട്ട് വച്ചിട്ട് നമുക്ക് ഷോപ്പിൽ പോയി വേഗം പോയി കാർഡും അതുപോലെ തന്നെ കാർഡും ഒരു ഫ്ലവറും വാങ്ങിച്ചിട്ട് വരാം. അപ്പോൾ നമുക്ക് വേഗം പോകാം ഗൈസ്. ഗായ്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ബൊക്കയും ഫ്ലവേഴ്സൊക്കെ വാങ്ങിച്ചു. ബൊക്ക പോലത്തെ ഒരു റോസാണ് കേട്ടോ വാങ്ങിച്ചത്.
നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതാണ് വാങ്ങിച്ചത്. പിന്നെ ഒരു ലെറ്റർ വാങ്ങിച്ചു. ലെറ്റർ മീൻസ് ബർത്ത്ഡേ ലെറ്റർ. നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയേക്കുന്ന ഒരു ചെറിയൊരു ലെറ്ററാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇവിടെ ഒന്ന് എഴുതിയിട്ട് കാത്തിക്ക് കൊടുക്കാം. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇത്രയൊക്കെയാണ് കേട്ടോ സെറ്റാക്കാൻ പറ്റിയുള്ളൂ. എന്നാലും നമ്മളെ കഴിയുന്ന വിധം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇത് ക്യാൻഡിൽസ് ചെറുതായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ കേക്ക് ചെറിയൊരു കേക്കാണ്, വലിയ സെറ്റപ്പില്ല, എന്നാലും രണ്ടുപേർ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഫ്ലവർ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഫ്ലവർ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഗിഫ്റ്റ് കൊള്ളാലേ. ഡയറ്റല്ലേ ഇതിന്റെ ഉള്ളിൽ ഈ സാധനം. മുറിച്ചാലോ നമുക്ക്? തൊടലേട്ടോ അഡ്ജസ്റ്റ്മെന്റിൽ വെച്ചേക്കണേ. ഞാൻ പ്രതീക്ഷിക്കണില്ല. ഇത് വെച്ചാ ഇത് ഞാൻ വാങ്ങിച്ചതാ. തൊടല്ലേ? വീർപ്പിച്ചതല്ലേടാ, ഞാൻ കാറ്റടിക്കണ യന്ത്രം കൊണ്ട് വീർപ്പിച്ചു. അതുകൊണ്ട് വീർപ്പിച്ചു. ഇങ്ങനെ ഇഷ്ടായ? മലയാളം വായിക്കാറില്ലേ? കാർത്തിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് നടത്തി. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടമായോ? ആണോ? ഇത്രയും സെറ്റാക്കുമെന്ന് വിചാരിച്ചോ? ഞാനൊരു പെർഫ്യൂമാണ് കേട്ടോ. ഇത് കുറെ നാളെ വിചാരിക്കണം എനിക്ക് കറക്റ്റ് വാങ്ങിച്ചു കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരു പെർഫ്യൂമായിരുന്നു. ബലൂൺസ് ഒക്കെ സൈഡിൽ നിന്ന് പൊട്ടി തുടങ്ങി. അപ്പോ ഗായ്സ്, നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാർത്തിയുടെ ഒരു ചെറിയൊരു ബർത്ത്ഡേ വ്ലോഗായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.